ഇത്രയും കൊള്ളാമോ? ഇതെന്തോന്ന് കോലൊഴിയാ കൊച്ചിനെ ചെടി എന്താ കുഴപ്പം? എന്തോന്ന് കോപ്രായത്? നല്ല രസല്ലേ കാണാൻ? നീ ആ കൊച്ചിനെ നിന്നെ പോലെ ആക്കാൻ പോവേണ? നീ അങ്ങനെ ആയി. അതിന് മുമ്പ് എന്ത് രസമായിരുന്നു എന്റെ മുഖം കാണാൻ. ഇപ്പൊ എന്തോന്നത്? നല്ല രസമല്ലേ കാണാൻ? അയ്യ അമ്പിളി മാമ ഞാൻ എന്ത് ചെയ്താലും കുറ്റേ പറയുള്ളൂ. കൊള്ളൂലേ? നല്ല രസമുണ്ട് മോള്. എന്റെ പൊന്നു മോളെ, ഇതൊന്നും നിന്റെ അച്ഛൻ ഇഷ്ടപ്പെടില്ല. അത് മനസ്സിലാക്കി. ഡാഡി അത് ഞാൻ പറയാം, കുഴപ്പമില്ല. എന്തോന്ന് പറയാ? ആര് കടിച്ചത്? ആര് ഇതുപോലെ ആക്കി തന്നെന്ന് പറയും? രാഗി ആന്റി ഉടനെ ഞെത്തും. ഇല്ല, അവ എന്തെങ്കിലും കാരണം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാണ്. അതിന്റെ ഇടയിൽ കൂടി ഒന്നും ഇങ്ങനെയൊന്നും പോവരുതേ. നീ മര്യാദക്ക് നേരെ പഴയതുപോലെ ആക്കി കൊടുക്കും. ഇതല്ലേ രസം. ഇന്നത്തെ ദിവസം ഞാൻ നിൽക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്. എത്ര പറഞ്ഞാലും മനസ്സിലാവും. രാഗി ആന്റി ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചത്? അല്ല, ഇംഗ്ലീഷ് പാട്ടും പാടുന്നു, ഫോണൊക്കെ വിളിക്കുമ്പോ എപ്പോഴും ഇംഗ്ലീഷ് അല്ലേ? ആ അതെന്താന്നറിയോ, രാഗിയാറ്റിയുടെ ഫ്രണ്ട്സിനെ മലയാളം അത്ര വശമില്ല, ഇംഗ്ലീഷ് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഡാഡി എപ്പോഴും പറയും രാഗി ആന്റി ഇംഗ്ലീഷ് നോട്ടി. എന്തുവരെ? ഡാഡിക്ക് ഇഷ്ടമല്ല, ഡാഡിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടാ. ഡാഡിക്ക് അതിന് എന്നെ ഇഷ്ടമല്ലല്ലോ, നമ്മൾ രണ്ടുപേരും ഇഷ്ടമല്ല. നീ എന്ത് ചെയ്യാനോ? ഡാഡിക്ക് ഇഷ്ടമല്ലെങ്കിലേ ഞാൻ ഇനി എന്തായാലും ഇംഗ്ലീഷിലേ സംസാരിക്കുള്ളൂ. എങ്ങനെ സൈഡിന്റെ മുന്നിൽ വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഞാൻ. അതിപ്പോ അവള് പറഞ്ഞോളൂ ഇഷ്ടമല്ല. അതിനിപ്പോ എന്താ? അല്ല, അവന് ഇഷ്ടമല്ലേ, പിന്നെ നീ എന്തിനാണ് അത് ചെയ്യാൻ പോണത്? വെറുതെ രസം. നീ എന്തിനാടി അവനെ ചൊറിയാൻ പോണത്? ഇവിടെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കി മര്യാദയ്ക്ക് ഇവിടെ നിനക്ക് ഇരുന്നാൽ പോരെ? ഞാൻ അങ്ങോട്ട് പോയി ചൊറിയിടൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് സംസാരിക്കും, അത്രേ ചെയ്യുള്ളൂ. അവനെ ഇഷ്ടമല്ലാന്ന് എനിക്ക് വയ്യ. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവ എന്തെങ്കിലും ഇതുപോലെ എപ്പോഴും ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് ഇംഗ്ലീഷിൻ്റെ പേരും പറയാനായിരിക്കും അടുത്ത അടി. ഒരു ദിവസം അങ്ങനെ മനസ്സമാനത്തിരിക്കാൻ നീ സമ്മതിക്കില്ലേ? അതിപ്പോ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. നിനക്ക് ഇവിടെ വീട്ടിൽ എന്തുമാത്രം ജോലിയുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഇതെന്തോന്നത്? എന്ത്? അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മറ്റേ ചൂല് വാങ്ങിച്ചു തരാൻ. ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ അടിച്ചു വരുന്നത് എനിക്കറിയില്ല. അത് പറഞ്ഞാൽ വിഴുന്ന് കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് വെക്കാറുണ്ടൂടി. അത് ഞാൻ കണ്ടില്ല. അതിന് മറ്റേ ചൂല് വാങ്ങിച്ചാലേ പറ്റുള്ളൂ. അത് ഞാൻ കണ്ടില്ല അമ്പിളി ചേട്ടാ. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കാണൂല, ബാക്കിയുള്ള കാര്യങ്ങളെ കാണുള്ളൂ. ബാക്കിയുള്ള അടി ഉണ്ടാക്കാൻ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ നോക്കിക്കൊണ്ട് നടക്കല്ലേ? എന്റെ ദൈവമേ, ഞാനാണോ ഇവിടെ അടി ഉണ്ടാക്കുന്നത്? നീയായിട്ടൊന്നും ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞതാ. തീർന്നോ? നേരെ മാറ്റി കെട്ടി കൊടുക്കും. കൊള്ളാമോ? ഇത് കുഴപ്പമൊന്നുമില്ല. ചായ എടുക്കട്ടെ എന്റെ സമയായി ചായക്ക് പറഞ്ഞിട്ട്. കാപ്പിയില്ലേ? കാപ്പിയും ചായയും കൂടി ഒരുമിച്ചാണോ വിഴുങ്ങാൻ പോണേ? അതല്ലടി, പലഹാരം ആയില്ലേന്ന് കഴിക്കാൻ ഉണ്ടാക്കണം. ഇതവിടെ തന്നെത്താനെ ഉണ്ടായി വരില്ല. നേരത്തെ കാലത്ത് ഒന്നും എണീറ്റ് ഒന്നും ചെയ്യരുത്. എവിടെ ഇടിച്ചു മുഴച്ചിരിക്കുന്നു? എവിടെ കൊണ്ടുവച്ചു ഇടിച്ചോ? ചെഞ്ഞടുവാ നല്ല രസമുണ്ട്, കണ്ടിട്ട് മനസ്സിലാവണില്ല അല്ലേ കൊച്ചിനെ? ഭയങ്കര രസം തന്നെ. ഞാൻ വിചാരിച്ചത് എവിടെ ഇടി പറ്റിയിട്ടും നീരടിച്ചിരിക്കുകയാണ്. അയ്യോ മഹാവൃത്തിയുടെ തക്കളി ഇമാതിരിയുള്ള കോലം കെട്ടൊന്നും വേണ്ട. അത് കൊള്ളില്ല. എന്താ കുഴപ്പം? നല്ല രസമുണ്ട്. അത് കൊള്ളില്ല. പിന്നെ ഉള്ള കാര്യം ഞാൻ പറയാം. ഇത് കൊള്ളാൻ നിങ്ങളുടെ ആര് പറഞ്ഞു? നിന്റെ മുഖം ഇപ്പൊ ഉണ്ടല്ലോ, നമ്മുടെ ഈ ചെറിയ പാക്കില്ലേ, ഉണക്ക പാക്കുണ്ടല്ലോ കമ്പൂല് നിൽക്കണ അതുപോലെ ഉണ്ട്. മനപ്പൂർവ്വം കൊള്ളില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഞായറാഴ്ച നമ്മൾ അവിടെ പോവില്ലേ കല്യാണത്തിന്? അന്നേരം നമുക്ക് ഇതേപോലെ മുടിയിട്ടില്ല. എന്റെ കൂടെ കല്യാണത്തിന് ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരാൻ ആരും വിചാരിക്കണ്ട, ഞാൻ കൊണ്ടുപോകൂല. എപ്പോഴും പണ്ടത്തെ പോലെ ഇരിക്കാൻ പറ്റുമോ? ഒരു കാര്യം പറയാം, നമ്മൾ മലയാളികളാണ്, നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്നവര്. നമുക്ക് അല്ല നോക്കട്ടെ, അത് ഞാൻ നോക്കട്ടെ. അടി നമുക്കൊരു സംസ്കാരമുണ്ട്. ഞാൻ കെട്ടിത്തരാന്ന് പറഞ്ഞില്ല, ഇതിങ്ങനെ പിരിച്ചു വെച്ചാൽ പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കൊള്ളില്ല. ഇതിന് ഒരു കയറ് കുരുങ്ങിയിരിക്കും പോലെ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടേതായ രീതിക്ക് വളരണം, മലയാളികളായിട്ട് വളരണം. അവള് പല രാജ്യത്തൊക്കെ പോയി വേണ്ടാത്ത പലതും തിന്ന് പല വൃത്തികെട്ട സംസ്കാരമൊക്കെ ആയിട്ട് വന്ന് ഇവിടെ കിടന്നിട്ട് കുറെ ഇംഗ്ലീഷും അവളുടെ ഒരു പത്രാസും അതൊന്നും മോൾ അനുകരിക്കാൻ നോക്കണ്ട. സൂപ്പർ ആയിട്ട് പറയും. ഞാൻ അവിടെ നിന്നപ്പോ പാട്ട് പറയണതിൽ പലതും ഉണ്ടല്ലോ, തന്നെ തെറിയാണ്. ഞാൻ ശ്രദ്ധിച്ചു. രാഗി ആന്റെ പോലെ പാവം വേറെ ആരുമില്ല. അയ്യോ, കാണുമ്പോ അഹങ്കാരം തോന്നും. ഒരു കാര്യം, നീ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് കൊടുക്ക അവക്ക് പാവം എന്നുള്ള. എന്ത് എപ്പോഴും വഴക്കിന് പോണത്? പിന്നെ അല്ലാതെ അവിടെ എനിക്കാണെങ്കിൽ
അപ്പൊ ഡാഡിക്ക് ഇഷ്ടപ്പെട്ടു രാഗിയാണ്ടി ഇത് കെട്ടിത്തന്നോണ്ടാണ്. കൊള്ളില്ല മോളെ. ഇത് മോക്ക് ഒരു കാര്യം, നിന്റെ പഴയ ഫോട്ടോ അല്ലേ സ്കൂളിൽ പഠിച്ചപ്പോ നീ 2 സൈഡ് ഇങ്ങനെ പിന്നിട്ട് ഉള്ളത് ആ ആ അത് എന്തിനു കൊള്ളാന്ന് അങ്ങനെ എന്നെ പറഞ്ഞു വിടും. ഹലോ, നമുക്കിനി ഇതുപോലെ വല്ല മോഹം ഉണ്ടോ ഇങ്ങനെ വല്ല ആക്കണമെന്ന്? ആ അമ്മ ജീൻസും ഉടുപ്പൊക്കെ ഇടാൻ പഠിക്കണം കേട്ടല്ലോ. ആ അമ്മയുടെ അളവിനുള്ള ജീൻസ് കിട്ടുമെങ്കിലല്ലേ. അയ്യടാ നന്നായിരിക്കും ജീൻസ് ഒക്കെ ഇട്ടാ. നമ്മുടെ ഈ പൊടിക്കണ മില്ലില മറ്റേ ഇതുണ്ടല്ലോ, ആ സഞ്ചി ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കും അമ്മ ജീൻസ് ഇട്ടാ. അങ്ങനെ ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ടോ? ചായ കുടി. ഡാഡി കളിയാക്കല്ല, അത് വിട്. എടി ഇത് കുഞ്ഞിപ്പോയി ഇതാക്കടി മോളെ. അയ്യോ സോറി സോറി സോറി, ഞാൻ കെട്ടിത്തരാം എനിക്ക് മനസ്സിലായി ബാക്കിലോട്ട് അങ്ങോട്ട് കെട്ടിയിട്ടാണ്. എനിക്ക് മനസ്സിലായി. രാഗിയാണ്ടി പറയണ കേട്ടോ, ക്ലാസ്സിലെ സ്റ്റാർ ആണ് ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പൊ ഞാനും കിട്ടിക്കൊണ്ടുപോയാ ഞാനും സ്റ്റാർ ആവും. സ്റ്റാർ കണ്ട അവിടെ കെട്ടി തൂക്കി ക്രിസ്മസിന്റെ സ്റ്റാർ ആയിരിക്കും. ചുമ്മാ തള്ളാണ് നീ ഇതൊന്നും കേട്ട്. അമ്മ ഇത് ഊരി ഇനിയിപ്പൊ എങ്ങനെ കേട്ടോ, ഞാൻ ഇനി അങ്ങോട്ട് മിണ്ടൂല. എനിക്ക് മനസ്സിലായി എന്ന് കേട്ടത് അറിയാന്ന്. അറിയാം. എന്താണോ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പുറത്താണ്. വാടക വീടാണെങ്കിലും ശരി, ഏത് നേരം വീട് ക്ലീൻ ചെയ്തോണ്ടിരിക്കും. ആ You two Brutus, yeah. Oh. You see him again. You just let him know that. അമ്മൂമ്മേരൊരു ഇംഗ്ലീഷ് തെറിയായിരിക്കും പറയണത്. നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. പരിഷ്കാരികൾ ഇറങ്ങിയിരിക്കുന്നു. Yeah, he has some Hey. big. Yeah. മതി ചേട്ടാ, അവൻ ചീത്തയും വിളിച്ചോണ്ടാണ് പോയെന്ന് തോന്നുന്നത്. പോയാ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്താ നല്ല രസല്ലേ? വൺ കോമഡി അല്ലേ? അങ്ങനെ പോക്ക് കണ്ടോ? എന്ത് രസമായിരുന്നു. നല്ല രസമായിരുന്നല്ലേ? ഇപ്പൊ പോയതുണ്ടല്ലോ, അതിൽ നിന്നും കോമഡി ആയിരിക്കും. തിരിച്ച് വരുമ്പം അവൻ തരും, അതൊക്കെ വാങ്ങിച്ച് വെട്ടിക്കോ കേട്ടാ. അങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട്. ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് ഇരുന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അങ്ങേർക്ക് എന്താ